എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മിക്കയിടത്തും സ്കാമുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്കാം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ബാങ്ക് അക്കൗണ്ടുകളുടെ പുറകെ നടക്കുന്നത് പോലെയല്ല. ഹാക്കേഴ്സിന് നമ്മുടെ ഫുൾ ഡിജിറ്റൽ ഐഡന്റിറ്റിയാണ് ഇപ്പോൾ ആവശ്യം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ അടുത്തായിട്ട് കുറച്ച് നടക്കുന്ന സ്കാമുകളെ പറ്റിയും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ചെയ്യേണ്ടത് എന്നുമാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. നിങ്ങൾ കോൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നു അത് നിങ്ങളുടെ അമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോസാണ് എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ആൻഡ് അവരുടെ ടോൺ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് അല്പം ഡിസ്ട്രസ്ഡ് ആയിരിക്കും, ഏർജന്റ് ആയിരിക്കും. ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ കുറച്ച് കാശ് തരണം എന്നവർ പറയുന്ന സമയത്ത് നമ്മൾ പാനിക് ആവും. നമ്മൾ അപ്പോൾ തന്നെ ആ ഒരു കാശ് അവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അവരായിരിക്കില്ല, അതൊരു AI ഡീപ് ഫേക്ക് ആയിരിക്കും. അവരുടെ പബ്ലിക് ഓഡിയോയിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത ഒരു ഓഡിയോ ക്ലോൺ. ഇതാണ് AI വോയിസ് ക്ലോൺ സ്കാം. സ്കാമേഴ്സ് ജനറേറ്റീവ് AI ഉപയോഗിച്ചാണ് ഇത്രത്തോളം ഐഡന്റിക്കൽ ആയിട്ടുള്ള വോയിസസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അവർ പറയും ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ലോക്കായി പോകും, ഞാനൊരു ആക്സിഡന്റിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ അവർ പറയും. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വന്നിരിക്കുന്ന OTP അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എല്ലാം പോകും. അടുത്തതാണ് സിം സ്വാപ്പ് അറ്റാക്ക്. ഈ ഒരു സ്കാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യത്തില്ല. ആദ്യമേ തന്നെ നടക്കുന്നത് സ്കാമേഴ്സ് നിങ്ങളെ പറ്റി കുറച്ച് പേഴ്സണൽ ഡേറ്റയൊക്കെ ആദ്യമേ തന്നെ ഗ്യാദർ ചെയ്യും, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നൊക്കെ. അതിനുശേഷം അവർ നിങ്ങളുടെ മൊബൈൽ പ്രൊവൈഡറിനെ വിളിച്ച് ഇപ്പോൾ നിങ്ങളാണെന്ന് പറയുകയും ഒരു പുതിയ സിം ആവശ്യപ്പെടുകയും ചെയ്യും. ആൻഡ് അവർക്ക് ആ ഒരു പുതിയ സിം കിട്ടുന്ന ആ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ സിമ്മിലുള്ള ഫുൾ സിഗ്നലും പോകുന്നതായിരിക്കും. നിങ്ങളുടെ കോൾസ്, ടെക്സ്റ്റ്, എസ്പെഷ്യലി 2-factor authentication കോഡ്സ് ഇതെല്ലാം അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുവഴി അവർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ പല പല ഇമെയിലുകളൊക്കെ നോക്കാനായിട്ടും പറ്റും. നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്സ് ഇഷ്ടമാണ് അല്ലെ? പക്ഷേ ഇപ്പോൾ ആ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫയൽ ക്ലീനർ ശരിക്കും ഒരു സ്കാം ആണെങ്കിലും ഇതാണ് മലീഷ്യസ് ആപ്പ് സ്കാം. ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ പെർമിഷൻസും, ക്യാമറയായിട്ടുള്ള ആക്സസ്, കോണ്ടാക്ട്സിലോട്ടുള്ള ആക്സസ്, മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള ആക്സസ് എല്ലാം കൊടുത്ത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവർ നിങ്ങളുടെ കോൾസ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ആരാണല്ലോ ഈ ഒരു പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഡെവലപ്പർ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കുന്നത്? അതെ, ആർക്കൊക്കെയാണ് ഒരു ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ വരാനായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത്? എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? ഇതാണ് ദ ഫേക്ക് ഡെലിവറി അല്ലെങ്കിൽ ബാങ്ക് മെസ്സേജ് സ്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ പാഴ്സൽ ഡെലിവറി മിസ്സായി പോയി, ഇവിടെ ക്ലിക്ക് ചെയ്ത് റീഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ സസ്പെൻഡ് ആയി പോകും. ഈ മെസ്സേജസിൽ അങ്ങോട്ട് പോകാനുള്ള ലിങ്കുകളും കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അതിൽ മിക്കതും ഫേക്ക് ആയിരിക്കും. ഇത്രത്തോളം സ്കാംസ് ഒക്കെ നമ്മൾ കണ്ടു, നമ്മൾ കുറച്ച് പേടിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോൾ വരികയാണ്, ടെക്സ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ ഇമെയിൽ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ ചാനൽസിൽ പോയി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് വെരിഫിക്കേഷൻ. ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൾ വരികയാണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വരികയാണ്, അതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സിന് വേണ്ടി നല്ല സ്ട്രോങ് പാസ്വേഡ്സ് ഒക്കെ വെക്കുക. ആൻഡ് 2-factor authentication വേണ്ടി ഗൂഗിൾ ഒതന്റിക്കേറ്റർ പോലത്തെ ഒതന്റിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്തെ പെർമിഷൻസ് എല്ലാം കൊടുക്കുന്നതിന് മുമ്പ് ഏതൊക്കെ പെർമിഷൻസ് ആണ് വേണ്ടാത്തത് എന്നുള്ളതും കൂടെ നോക്കി ഒന്ന് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ആക്കി വെക്കുക. ആൻഡ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സ്കാം എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യാനും മറക്കണ്ട. അത്രേ ഉള്ളൂ. ഇത്രത്തോളം സ്കാംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.